ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു നിങ്സ് അക്കാഡമി. നിങ്സ് അക്കാഡമിയുടെ പുതിയൊരു ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഇംഗ്ലീഷിലെ ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ ചാപ്റ്ററിന്റെ പേരാണ് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. ഓക്കെ, ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞ ഒരു ബ്യൂട്ടിഫുൾ സ്റ്റോറിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിൽ എക്സാമിന് ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും പിന്നെ ആ ചാപ്റ്റർ നരേഷനും ആണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, നോക്കാം. The Price of Flowers by പ്രഭത് കുമാർ മുഖോപാധ്യായ്. അതാണ് ഓഥറിന്റെ പേര്. ഓഥറിന്റെ പേര് എന്താണ്? പ്രഭത് കുമാർ മുഖോപാധ്യായ് എന്നാണ് ഓഥറിന്റെ പേര്. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ഫസ്റ്റ് തന്നെ ചാപ്റ്റർ നരേഷനിലോട്ട് പോവാം. ഇതിൽ രണ്ട് മെയിൻ ക്യാരക്ടേഴ്സ് ആണുള്ളത്. ക്യാരക്ടേഴ്സ് വേറെ അധികം ക്യാരക്ടേഴ്സ് ഉണ്ട്. മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത് ഗുപ്ത ആൻഡ് മാഗി ആണ്. മാഗിയുടെ ക്യാരക്ടർ സ്കെച്ച് ഒക്കെ നമുക്ക് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് തന്നെ ചാപ്റ്റർ നരേഷൻ നോക്കാം. ഓക്കെ, the story, The Price of Flowers, revolves around Gupta, an Indian visitor to London who frequently visits a vegetarian restaurant. നോക്കാം, അതായത് The Price of Flowers എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോറി ആരെ പറ്റിയാണ്? മാഗിനെ പറ്റിയും ഗുപ്തനെ പറ്റിയാണ്. ഗുപ്ത എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ വിസിറ്റർ ടു ലണ്ടൻ, അതായത് ലണ്ടനിൽ വിസിറ്റ് ചെയ്യുന്ന ഒരു ഇന്ത്യൻ ആണ് ആര്? നമ്മുടെ ഗുപ്ത എന്ന് പറയുന്നത്. ഹു ഫ്രീക്വന്റ്ലി എന്താണ് വിസിറ്റ്സ് എ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ്. അയാൾ എന്താണ് ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറന്റിൽ എപ്പോഴും വിസിറ്റ് ചെയ്യാറുണ്ട്. There he meets a young English girl named Maggie. അവിടെ എന്താണ് നമ്മുടെ ഗുപ്ത ഒരു ചെറിയൊരു ഇംഗ്ലീഷ് ഗേളിനെ മീറ്റ് ചെയ്യാറുണ്ട്. അവളുടെ പേരാണ് എന്ത്? മാഗി എന്ന് പറയുന്നത്. ഓക്കെ, ഹു അപ്പിയേഴ്സ് ടു ബി സ്ട്രഗ്ലിംഗ് ഫിനാൻഷ്യലി. അപ്പൊ അവൾ എന്താണ്? അവളവിടെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഫിനാൻഷ്യലി കുറച്ച് സ്ട്രഗിൾസ് ഉള്ള ഒരു കുട്ടിയാണെന്ന് കാണാനായിട്ട് പറ്റും. ആസ് ദേ ഇന്ററാക്ട്, ഗുപ്ത ലേൺസ് അബൌട്ട് മാഗീസ് ഹാർഡ്ഷിപ്സ്. അവർ തമ്മിൽ സംസാരിച്ചപ്പോൾ ഗുപ്തയ്ക്ക് എന്ത് മനസ്സിലായി? മാഗിയുടെ ഹാർഡ്ഷിപ്സ്, മാഗിയുടെ അവസ്ഥകൾ, കഷ്ടപ്പാടിനെ പറ്റി അദ്ദേഹത്തിന് മനസ്സിലായി. ഇൻക്ലൂഡിംഗ് ഹെർ ആൻസൈറ്റി അബൌട്ട് ഹെർ ബ്രദർ ഫ്രാങ്ക്, എ സോൾജർ ഫൈറ്റിംഗ് ഓൺ ദ നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ. അത് മാത്രമല്ല, അവൾക്കുള്ള ഒരു ആൻസൈറ്റിനെ പറ്റി മനസ്സിലായി. അത് എന്താണ് കാരണം? ആൻസൈറ്റിയുടെ കാരണം എന്താണ്? അവളുടെ ഒരു ബ്രദർ ആയിട്ടുള്ള ഫ്രാങ്ക്, അദ്ദേഹം എവിടെയാണ്? നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയറിലെ ഒരു സോൾജിയർ ആണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം അവിടെ സോൾജിയർ ആയിട്ട് നിൽക്കണോണ്ട് തന്നെ അവൾക്ക് പേടിയാണ്. ആളെ പറ്റിയൊരു വിവരവും ഇല്ല. ഓക്കെ, നോക്കാം. ഗുപ്ത ഫോംസ് എ കമ്പാഷനേറ്റ് ബോണ്ട് വിത്ത് മാഗി ആൻഡ് ഹെർ വിഡൌട്ട് മദർ മിസ്സസ് ക്ലിഫോർഡ്. അപ്പോ ഗുപ്ത എന്താണ് മാഗിനായിട്ടും നമ്മുടെ അവളുടെ മദർ ആയിട്ടുള്ള വിഡൌട്ട് മദർ എന്ന് വെച്ചാൽ എന്താണ്? വിധവയായിട്ടുള്ള മദർ ആയിട്ടുള്ള എന്താണ് മിസ്സസ് ക്ലിഫോർഡിനായിട്ടും ഒരു എന്താണ് ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാണ്. അദ്ദേഹം എന്ത് ചെയ്യാണ്? ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാണ്. കമ്പാഷനേറ്റ് എന്ന് വെച്ചാൽ അനുകമ്പയുള്ള എന്നുള്ളൊരു മീനിങ് ആണ്. അനുകമ്പയുള്ള എന്നുള്ള മീനിങ് ആണ് എന്ത്? കമ്പാഷനേറ്റ് എന്ന് പറയുന്നത്. ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാണ്. ഹു ആർ ഡീലിംഗ് വിത്ത് ദർ അൺസർട്ടനിറ്റി ഓഫ് ഫ്രാങ്ക്സ് ഫേറ്റ്. അൺസർട്ടനിറ്റി മീനിങ് എന്താണ്? കുഴപ്പങ്ങൾ എന്നുള്ള മീനിങ് ആണ്. അതായത് ഫ്രാങ്കിന്റെ ആ ഒരു ഫേറ്റ്, ഫ്രാങ്കിന്റെ എന്താണ് ആ ഒരു വിധിയിൽ അവരിങ്ങനെ ഭയങ്കര വിഷമിച്ചിരിക്കുന്ന രണ്ട് പേഴ്സൺ ആണ് അവർ രണ്ടുപേരും. ഓക്കെ, ബാക്കി നോക്കാം. Despite their poverty, Maggie shows resilience, working as a typist and caring for her ailing mother. Okay, അവർക്ക് എന്താണ്? പോവേർട്ടി ഉള്ളത് കൊണ്ട് തന്നെ, അവർക്ക് ദാരിദ്ര്യം ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് മാഗി എന്തായിട്ടാണ്? ഒരു ടൈപ്പിസ്റ്റ് ആയിട്ടും അതേപോലെ തന്നെ എന്താണ് ടൈപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അവളുടെ എന്താണ് എന്തിനു വേണ്ടിയിട്ടാണ് അവൾ വർക്ക് ചെയ്യുന്നത്? അവളുടെ എയിലിംഗ് മദർ, രോഗിയായ അമ്മയെ നോക്കാൻ വേണ്ടിയിട്ടാണ് അവളൊരു ടൈപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റെസ്ലെസ് എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? ഉൾക്കരുത്ത് എന്നുള്ള മീനിങ് ആണ്. അത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Gupta is drawn to their struggles and decide to help, initially telling them that he sees Frank alive in a crystal ring, a claim meant to brings comfort to the worried family. അപ്പൊ എന്താണ്? ഗുപ്ത ഈസ് ഡ്രോൺ ടു ദയർ സ്ട്രഗിൾ. ഗുപ്തയ്ക്ക് എന്താണ് സ്ട്രഗിൾസ് ഒക്കെ മനസ്സിലായപ്പോൾ അദ്ദേഹം എന്താണ് അവരെ സഹായിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം അറിഞ്ഞുകൊണ്ട് പറയാണെന്ത്? ഞാൻ നിങ്ങളുടെ എന്താണ് ഫ്രാങ്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ മകനെ കണ്ടിട്ടുണ്ട് എന്ന് മദറിനോട് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ എന്താണ് ഒരു ക്രിസ്റ്റൽ റിംഗ് ഉണ്ടായിരുന്നു. ഇറ്റ് ക്ലെയിംസ് മെന്റ് ടു ബ്രിങ് കംഫർട്ട് ടു ദ വറീഡ് ഫാമിലി. ഇതെന്താണ്? ആ ഒരു വറീഡ് ഫാമിലിക്ക് എന്തായി മാറി? ഒരു കംഫർട്ട് ആയിട്ട് മാറി. ട്രാജിക്കലി ഇറ്റ് ഈസ് റിവീൽഡ് ദാറ്റ് ഫ്രാങ്ക് ഹാഡ് ഓൾറെഡി പാസ്ഡ് അവേ വെൻ ഗുപ്ത മേഡ് ഹിസ് ക്ലെയിം. അപ്പൊ ഗുപ്തയ്ക്ക് ഓൾറെഡി എന്തറിയാം? ഫ്രാങ്ക് ഓൾറെഡി മരിച്ചുപോയി എന്നുള്ള കാര്യം ആർക്കറിയാം? ഗുപ്തയ്ക്ക് അറിയാം. പക്ഷെ മദറിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി അവള് അങ്ങനെ പറയാണ്. അദ്ദേഹം അങ്ങനെ പറയാണ്. As Gupta's departure nears, Maggie visits to bid farewell, expressing gratitude and asking him to visit Frank's grave someday. Okay, അപ്പൊ ഗുപ്ത തിരിച്ചു പോകുന്ന സമയത്ത് ഇവള് പറയാണെന്ത്? നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എന്ത് ചെയ്യണം? ഫ്രാങ്കിന്റെ കല്ലറ ഗ്രേവില് ഒന്ന് പോണം, ഇടയ്ക്ക് വിസിറ്റ് ചെയ്യണം എന്ന് ആര് പറയുന്നുണ്ട്? മാഗി പറയുന്നുണ്ട്. ഓക്കെ,
Touched by the sincerity, Gupta promises to honor her request and buys flower for Frank's grave with a shilling given by Maggie. അതായത് എന്താണ് അവളുടെ ആ ഒരു സിൻസിയറിറ്റി മനസ്സിലാക്കി ഗുപ്ത എന്ത് ചെയ്യാനുണ്ട്, അവളുടെ ആ ഒരു റിക്വസ്റ്റ് അദ്ദേഹം പാലിക്കുന്നുണ്ട്. അവൾ എന്ത് പറയുന്നുണ്ട്, അവന്റെ ഫ്രാങ്കിന്റെ ഗ്രേവിന്റെ അവിടെ ഒന്ന് പോകണം എന്ന് പറയുന്നുണ്ട്. അതിനെ മാനിച്ചുകൊണ്ട് അവൾ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലവേഴ്സ് ഒക്കെ മേടിച്ച് എവിടേക്ക് പോകുന്നുണ്ട്, ഫ്രാങ്കിന്റെ ഗ്രേവിന്റെ അടുത്തോട്ട്, അതായത് ആ ഒരു കല്ലറ അടുത്തോട്ട് പോകുന്നുണ്ട്. ആ ഒരു ഫ്ലവേഴ്സ് മേടിക്കുന്നത് ഇവള് കൊടുത്ത ഷില്ലിങ്സ് വെച്ചാണ്. ഷില്ലിങ്സ് നമ്മളിവിടെ നാണയങ്ങൾ എന്ന് പറയുന്നത്, ഇവിടെ മെന്റ് ചെയ്യണതാണ് ഷില്ലിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, The story highlights the connection found between Gupta and Maggie. ഒരു സ്റ്റോറി മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് എന്താണ്, ഗുപ്തയും മാഗിയും തമ്മിലുള്ള ഒരു കണക്ഷൻ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. Showcasing them themes of empathy, sacrifice and the impact of brief yet meaningful relationship between strangers facing adversity. അതായത് എന്താണ്, ഇതിൽ മെയിൻ ആയിട്ട് കുറച്ച് തീംസുകൾ പറയുന്നുണ്ട്, എംപതി, അതേപോലെ തന്നെ സാക്രിഫൈസ് ആൻഡ് ദ ഇമ്പാക്ട് ഓഫ് വീറ്റ് യെറ്റ് മീനിങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്ട്രേഞ്ചേഴ്സ് ഫേസിങ് അഡ്വേഴ്സിറ്റി. അഡ്വേഴ്സിറ്റി പ്രതികൂല അവസ്ഥ എന്നാണ് അഡ്വേഴ്സിറ്റിയുടെ മീനിങ് കേട്ടോ. അതായത് കുറച്ച് സ്ട്രേഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രതികൂല അവസ്ഥയിൽ തമ്മിൽ മീറ്റ് ചെയ്യുമ്പോൾ അവർ തമ്മിൽ ഉണ്ടാവുന്ന ഒരു കണക്ഷനും കൂടി എന്തിൽ പറയുന്നുണ്ട്, ഈ ഒരു ചാപ്റ്ററിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. Through their bond, the narrative explores the emotional struggles of family dealing with loss and uncertainty, emphasizing the power of compassion and human connection. Okay, പിന്നെ അത് മാത്രം ഇതിലുള്ള ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും ആ ഒരു സാക്രിഫൈസും അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് എന്താണ് കാണിച്ചിരുന്നത്, ഹ്യൂമൻസ് തമ്മിലുള്ള, മനുഷ്യന്മാർ തമ്മിലുള്ള കണക്ഷൻ ആയിട്ട് മെയിൻ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് മനസ്സിലാക്കി തന്നെ ഒരു തീം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നറേഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാഗിയുടെ ക്യാരക്ടർ സ്കെച്ച് ആണ്. ക്യാരക്ടർ സ്കെച്ച് ഓഫ് മാഗി ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Maggie's full name is Alice Margaret Clifford. അപ്പോ മാഗിയുടെ ഫുൾ നെയിം എന്താണ്, ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡ് എന്നാണ് അവളുടെ ഫുൾ നെയിം. ഷീ ഈസ് എ യങ് ഇംഗ്ലീഷ് ഗേൾ അറൌണ്ട് 13 or 14 years old. നമ്മുടെ മാഗി എന്താണ്, ഒരു യങ് ഇംഗ്ലീഷ് ഗേൾ ആണ്. മാത്രമല്ല അവൾക്ക് 13-14 വയസ്സോ ഉള്ളൂ. When we first meet her, she wearing worn out clothes that shows she is struggling financially. അപ്പൊ ആദ്യമായി മാഗിനെ പോർട്രേ ചെയ്യുമ്പോൾ എന്താണ്, അവള് കുറച്ച് കീറിയ വസ്ത്രങ്ങളൊക്കെയാണ് ധരിച്ചിരുന്നത്. അതൊക്കെ എന്താണ് മീൻ ചെയ്യുന്നത്, അവളുടെ ഫിനാൻഷ്യൽ എന്താണ്, അവളുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള അവൾ എങ്ങനെയാണ്, ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നാണ് അവിടെ മെയിൻ ആയിട്ട് കാണിച്ചു തരുന്നത്. ഓക്കെ, her hair is untidy and her big eyes have a sad look. പിന്നെ അവളുടെ ഹെയർ ഒക്കെ എന്താണ്, കെട്ടി വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല അവളുടെ ആ ഒരു കണ്ണുകൾ കാണുമ്പോൾ തന്നെ നമ്മുടെ സാഡ് ലുക്ക് ഉള്ള പോലെ നമുക്ക് തോന്നിയിരുന്നു എന്നാണ് പറയുന്നത്. She works at a shop near the restaurant where Mr. Gupta eats. Okay, പിന്നെ പറയുന്ന കാര്യമാണ്, അവള് വർക്ക് ചെയ്തിരുന്ന അവിടെ ഒരു റെസ്റ്റോറന്റിലായിരുന്നു വർക്ക് ചെയ്യുന്നത്, ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറന്റിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. അവിടെയായിരുന്നു ഗുപ്ത ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരുന്നത്. ആൻഡ് ഷീ ഓൺലി ഗോസ് ദർ ഓൺ സാറ്റർഡേസ് ബിക്കോസ് ദാറ്റ്സ് വെൻ ഷീ ഗെറ്റ്സ് പെയ്ഡ്. അപ്പോൾ അവിടെ എന്താണ്, സാറ്റർഡേസിൽ മാത്രമേ പോവുള്ളായിരുന്നു. കാരണം എന്താണ്, അന്നാണ് അവൾക്ക് പൈസ, അന്നാണ് അവൾക്ക് പെയ്ഡ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവള് സാറ്റർഡേ മാത്രമാണ് അവിടെ പോയിരുന്നത്. ഓക്കെ, Maggie is a hardworking girl who lives with his elderly mother in a small house. Maggie എന്താണ്, ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അവൾ ജീവിക്കുന്നത് അവളുടെ അമ്മയുടെ കൂടെ ഒരു ചെറിയ വീട്ടിലാണ് ജീവിക്കുന്നത്. Her brother Francis is serving in the army in India. അവളുടെ ബ്രദർ ആയിട്ടുള്ള ഫ്രാൻസിസ് എന്താണ്, ഇന്ത്യൻ ആർമിയിലാണ് അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. And she loves him dearly. അവൾ വളരെയധികം ആരെ ലവ് ചെയ്യുന്നുണ്ട്, അവളുടെ ബ്രദർ ആയിട്ടുള്ള ഫ്രാങ്കിനെ ലവ് ചെയ്യുന്നുണ്ട്. She is very devoted to her mother, taking care of her when she is ill. അത് മാത്രമല്ല അവൾക്ക് എന്താണ്, അവളുടെ അമ്മേനെ ഭയങ്കര കാര്യമാണ്. മാത്രമല്ല എന്താണ്, അമ്മയ്ക്ക് വയ്യാതൊക്കെ ഇരിക്കുമ്പോൾ അവൾ നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അമ്മേനെ കെയർ ചെയ്യുന്നുണ്ട്. Maggie is also superstitious, believing in the story her brother told her about a crystal ring that let you see people who are far away if you think of them and look into it carefully. Okay, അപ്പൊ അത് മാത്രമല്ല അവൾ കുറച്ച് സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. കാരണം എന്താണ്, അവളുടെ ബ്രദർ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുക, എന്താ പറഞ്ഞു കൊടുക്കണത്, ഒരു ക്രിസ്റ്റൽ, ആ ഒരു ക്രിസ്റ്റൽ റിംഗിൽ എന്താണ് നോക്കി നമുക്ക് ആരെയാണോ കാണേണ്ടത് അവരെ വിചാരിച്ചിട്ട് നമുക്ക് അവരെ കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവൾ ഇങ്ങനെ ജസ്റ്റ് ബിലീവ് ചെയ്യുന്നുണ്ട്. അത് കുറച്ച് സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള കാര്യമാണ്. അവൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിലൊക്കെ ബിലീവ് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. ഓക്കെ, she is disciplined and polite girl, always showing concern for her mother. നേരത്തെ പറഞ്ഞ തന്നെ വീണ്ടും
വേറെ ടൈപ്പിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. When her mother's health worsened, Maggie even asked Mr. Gupta to tell her a white lie about her mother. brother. അതായത് എന്താണ്, അവളുടെ അമ്മയുടെ ആ ഒരു രോഗം ഭയങ്കര വേഴ്സ് ആയിക്കൊണ്ടിരിക്കുമ്പോ മാഗി എന്ത് ചെയ്യുന്നുണ്ട്, ഗുപ്തനോട് ആവശ്യപ്പെടുന്നുണ്ട് എന്ത്, അവളുടെ അമ്മനോട് ഒരു വൈറ്റ് ലൈ എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് നല്ല കള്ളം എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് എന്താണ്, ഒരാളുടെ നല്ലതിന് വേണ്ടി കള്ളം പറഞ്ഞാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞത്, ഇതിനാണ് വൈറ്റ് ലൈ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, അമ്മയുടെ ആ ഒരു അവസ്ഥ ഭയങ്കരമായിട്ട് മോശമാവുമ്പോ അവളൊരു കള്ളം പറയാനായിട്ട് പറയുന്നുണ്ട്, ഗുപ്തനോട് എന്ന് പറയാൻ പറയുന്നുണ്ട്, ഒരു കള്ളം പറയാനായിട്ട് പറയുന്നുണ്ട്. എന്താണ് നോക്കാം, ഹോപ്പിംഗ് ഇറ്റ് വിൽ മേക്ക് ഹർ ഫീൽ ബെറ്റർ. ഓക്കെ, അപ്പൊ എന്താണ്, ആ ഒരു ബ്രദറിനെ പറ്റി ഒരു വൈറ്റ് ലൈ പറയാനായിട്ട് പറയുന്നുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു, അമ്മയ്ക്ക് കുറച്ചുകൂടി ബെറ്റർ ആവട്ടെ, അത് കേട്ടെങ്കിലും അമ്മയ്ക്ക് ബെറ്റർ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവൾ അങ്ങനെ പറയാൻ തീരുമാനിക്കുന്നത്. മാഗീസ് ആക്ഷൻ ഷോസ് ഹെർ സെൽഫ്ലെസ്നെസ് ആൻഡ് ലവ് ഫോർ ഹെർ ഫാമിലി. അപ്പൊ ഈ ഒരു ആക്ഷൻസ് ഒക്കെ എന്താണ് കാണിക്കുന്നത്, അവൾക്ക് എന്താ, അവൾ ഒട്ടും എന്ന സെൽഫിഷ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ല, അവളുടെ ഒരു ഫാമിലിയോടുള്ള സ്നേഹമാണ് ഇതെല്ലാം നമുക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, when she gives Mr. Gupta a shilling to visit her brother's grave in India, it's a significant sacrifice for her. അത് മാത്രമല്ല, അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു നാണയങ്ങൾ, ആ ഒരു ഷില്ലിങ്സ് ആണ് അവൾക്ക് എന്ത് ചെയ്യുന്നത്, ഗുപ്തയുടെ കയ്യിൽ കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്, ബ്രദറിന്റെ ഗ്രേവില് ഫ്ലവേഴ്സ് മേടിക്കാൻ പറഞ്ഞിട്ട് അവൾ കൊടുക്കുകയാണ്. അതൊക്കെ എന്താണ്, അവളുടെ സാക്രിഫൈസ് ആയിട്ടാണ് ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് പോർട്രേ ചെയ്തിരിക്കുന്നത്. The amount of money represents hours of hard work and her generosity moves Mr. Gupta to tears. അത് മാത്രമല്ല എന്താണ്, ആ ഒരു എമൗണ്ട് ഓഫ് മണി, ഒരു ചെറിയ പൈസയാണ് കൊടുക്കുന്നതെങ്കിലും ആ ഒരു മണിയിൽ എന്തുണ്ട്, അവളുടെ ഒരുപാട് ഹാർഡ് വർക്ക്സ് ഉണ്ട്. അപ്പൊ ഇത് കാണുമ്പോൾ നമ്മുടെ ഗുപ്തയുടെ കണ്ണ് നിറയുന്ന സീനൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, Maggie's story is a touching example of young girls' love, care and resilience in the face of hardship. ഓക്കെ, അപ്പൊ ഈ ഒരു മാഗിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് എന്താണ്, ഒരു യങ് ഗേളുടെ ലവും കെയറും, അത് മാത്രമല്ല എന്താണ്, അവള് നേരിടുന്ന ആ ഒരു ഹാർഡ്ഷിപ്പിലും ആ ഒരു കഷ്ടപ്പാടിന്റെ സമയത്തും ഉണ്ടാവുന്ന ആ ഒരു ഉൾക്കരുത്തൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന. അവളുടെ ക്യാരക്ടറും ഡിഫൈൻ ചെയ്യുന്നതൊക്കെയാണ്. ഓക്കെ, അപ്പൊ ക്യാരക്ടർ സ്കെച്ച് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യണം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഇതിൽ മെയിൻ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. When I go out to that part of country, I shall visit your brother's grave and write to you. ഇത് ഗുപ്ത മാഗിനോട് പറയുന്ന ഒരു സെന്റൻസ് ആണ്. എന്താണ്, ഞാൻ ആ ഒരു കൺട്രിയിലോട്ട്, ഇന്ത്യയിലോട്ട് പോയാൽ ഞാൻ എന്ത് ചെയ്യാം, നിങ്ങളുടെ ബ്രദറിന്റെ ഗ്രേവ് കണ്ടിട്ട് ഞാൻ നിങ്ങൾക്ക് റൈറ്റ് ചെയ്യാം, എഴുതാം എന്ന് പറയുന്നുണ്ട്. A few weeks after the narrator's departure, Maggie received a letter from him. അതായത് ആ ഒരു ഗുപ്ത പോയതിനു ശേഷം എന്താണ്, ബാങ്കിക്ക് ഒരു ലെറ്റർ കിട്ടാണ്. വാട്ട് മൈറ്റ് ബി ദ കണ്ടന്റ് ഓഫ് ദ ലെറ്റർ, ഡ്രാഫ്റ്റ് ദ ലെറ്റർ അസ്യൂമിംഗ് ദാറ്റ് യു ആർ ദ നറേറ്റർ. അതായത് നിങ്ങൾ ഗുപ്തയാണെന്ന് വിചാരിച്ച് നിങ്ങൾ ഒരു ലെറ്റർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്, എന്ത്, നിങ്ങൾ ഗുപ്തയാണെന്ന് വിചാരിച്ച് നിങ്ങൾ ഫ്രാങ്കിന്റെ ഗ്രേവിൽ പോയി അവിടെ വെച്ചിട്ട് എന്താണ്, ഗ്രേവിൽ പോയി അവൾ കൊടുത്ത ഷില്ലിങ്സ് വെച്ചിട്ട് ഫ്ലവേഴ്സ് ഒക്കെ മേടിച്ചു കൊടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രേവിൽ വെച്ചു. അത് ആ ഒരു ഇൻസിഡന്റിനെ പറ്റിയിട്ട് ഒരു ലെറ്റർ മാഗിക്ക് എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ ആ ഒരു ലെറ്റർ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഈ ഒരു ഇത് കൊടുത്തിരിക്കുന്നത് ഫ്രം അഡ്രസ് ആണ് കേട്ടോ. ഈ ഒരു ലെറ്റർ എന്ത് ലെറ്റർ ആണ്, ഇതൊരു പേഴ്സണൽ ലെറ്റർ ആണ്. ഇതെന്ത് ലെറ്റർ ആണ്, പേഴ്സണൽ ലെറ്റർ ആണ്. പേഴ്സണൽ ലെറ്റർ ആയതുകൊണ്ട് തന്നെ പേഴ്സണൽ ലെറ്ററിൽ എന്ത് മതി, ഫ്രം അഡ്രസ് മാത്രം മതി. ഓക്കെ, പേഴ്സണൽ ലെറ്ററിൽ എന്ത് മതി, ഫ്രം അഡ്രസ് മാത്രം മതി. ഇതാണ് അഡ്രസ് ആയിട്ട് വരുന്നത്. പിന്നെ എന്താണ്, ഇത് ഡേറ്റ് ആയിട്ടാണ് വരുന്നത്. ഡേറ്റിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഡേറ്റ് എപ്പോഴും എഴുതുമ്പോൾ എന്താണ്, നമുക്ക് ഏതാണോ മന്ത് ആയിട്ട് വരുന്നത് ആ ഒരു മന്ത് കറക്റ്റ് ലെറ്റേഴ്സിൽ, ഇംഗ്ലീഷ് ലെറ്റേഴ്സിൽ, ആൽഫബറ്റ്സിൽ തന്നെ എഴുതണം. ഓക്കെ, നമുക്ക് നേരെ നോക്കാം. Dear Maggie, I am sorry that I could not write to you earlier because I was busy with the service training and the formalities connected with it. Okay, അപ്പൊ ഡിയർ മാഗി എന്ന് പറഞ്ഞിട്ട് ലെറ്റർ സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ ഗുപ്തയാണെന്ന് വിചാരിച്ചാണ് ലെറ്റർ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, ഡിയർ മാഗി എന്ന് പറഞ്ഞ ലെറ്റർ സ്റ്റാർട്ട് ചെയ്യണം. I am sorry that I could not write to you. ഞാൻ എന്താണ്, നിനക്ക് എഴുതാൻ പറ്റാത്തതിൽ ഞാൻ എന്ത് ചോദിക്കുന്നു, ഞാൻ ക്ഷമ ചോദിക്കുന്നു. Earlier because I was busy with the service training and the formalities connected with it. ഞാൻ എന്താണ് ഇവിടുത്തെ സർവീസ് ട്രെയിനിങ്ങും അതിന്റെ ഫോർമാലിറ്റീസ് ഒക്കെ ആയിട്ട് കുറച്ച് ബിസി ആയി പോയി, അതുകൊണ്ടാണ് ലെറ്റർ എഴുതാതിരുന്നത്. ഓക്കെ, ഐ ഹോപ്പ് യു ആൻഡ് യുവർ മദർ ആർ ഫൈൻ. നീ നിന്റെ അമ്മയും എന്താണ് നന്നായിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. ഐ ആം ഓക്കെ ഹിയർ. ഞാനും ഇവിടെ ഓക്കെയാണ്. ഐ ആം ട്രൈങ് ടു കോപ്പ് വിത്ത് മൈ ന്യൂ റെസ്പോൺസിബിലിറ്റീസ്. ഞാൻ എന്താണ് എന്റെ പുതിയ റെസ്പോൺസിബിലിറ്റി, പുതിയ ജോലി റെസ്പോൺസിബിലിറ്റി എന്താണ്, കോപ്നിസൽ എന്താണ്, കോപ്പറേറ്റ്, സഹകരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഐ വെന്റ് ടു ഫോർട്ട് മോനോ നിയർ ഡെറാഗാസിഗാൻ ടു വിസിറ്റ് യുവർ ബ്രദേഴ്സ് ഗ്രേവ്. ഞാൻ എന്താണ് നിന്റെ ബ്രദേഴ്സ് ഗ്രേവ് കാണാൻ വേണ്ടി പോയിരുന്നു. ഒരു സ്ഥലമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. സോ ഇത് കാര്യം ശ്രദ്ധിച്ച ഈ സ്ഥലം തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. കാരണം എന്താണ്, അവിടെ വെച്ച് തന്നെയാണ് ലെറ്റർ ചെയ്തെന്ന് കാണിക്കാനായിട്ടാണ് കറക്റ്റ് ആ പ്ലേസ് തന്നെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. നോക്കാം. As desired by you,
I placed some beautiful rose flowers on his grave. ഞാൻ എന്താണ് നിന്റെ ആഗ്രഹം പോലെ തന്നെ ഞാൻ എന്താണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സ് എവിടെ വെച്ചിട്ടുണ്ട്, റോസ് ഫ്ലവേഴ്സ്, അതായത് എന്താണ് റോസാപ്പൂക്കൾ എവിടെ വെച്ചിട്ടുണ്ട്, നിന്റെ ഫ്രാങ്കിന്റെ ഗ്രേവിൽ വെച്ചിട്ടുണ്ട് എന്ന് പറയാണ്. ബാക്കി നോക്കാം. When I was standing there, I thought of you and your mother and imagined how you must have felt when you heard about Frank's untimely death. Okay. അപ്പൊ പറയാണ്, ഗുപ്ത പറയാണ്, ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് എന്താ ഞാൻ ആലോചിച്ചത് ആരെ പറ്റിയാണ്, നിന്നെയും നിന്റെ അമ്മേനെ പറ്റിയാണ് ആലോചിച്ചത്. കാരണം എന്താണ്, ഫ്രാങ്കിന്റെ ആ ഒരു ഡെത്ത് കേട്ടപ്പോ നീ എങ്ങനെയായിരിക്കും അത് സഹിച്ചിട്ടുണ്ടാവുക, നീ എങ്ങനെയായിരിക്കും അത് റിയാക്ട് ചെയ്തിട്ടുണ്ടാവും, ഞാൻ ഇങ്ങനെ ഇമാജിൻ ചെയ്യായിരുന്നു എന്ന് പറയാണ്. I met 2 soldiers from the regiment to which Franks belonged and they told me what a fine lad Frank was. അപ്പൊ എന്താണ്, ഫ്രാങ്ക് കണ്ടിരുന്ന ആ ഒരു ആർമിയിലുള്ള ഒരു സ്ഥലത്ത് എന്താണ് 2 സോൾജിയേഴ്സിനെ ഇദ്ദേഹം കണ്ടിരുന്നു. അപ്പൊ അവര് പറയാണെന്ത് ഭയങ്കര എന്താണ് നല്ലൊരു പേഴ്സൺ ആയിരുന്നു അവൻ എന്ന് അവര് പറഞ്ഞു, 2 സോൾജിയേഴ്സ് പറഞ്ഞു എന്ന് എഴുതാണ്. ഓക്കെ. They also told me that he often talked to them about you and your mother. In fact, he had brought some Indian clothes to give you both of you when he returned home. Okay. പറയാണെന്ത് അവർ ഒരു കാര്യം കൂടി പറഞ്ഞത്, അവൻ എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, നിന്നെ നിന്റെ അമ്മനെ പറ്റി അവരുടെ അടുത്ത് പറയാറുണ്ടെന്ന് പറഞ്ഞു. മാത്രല്ല അവൻ എന്താണ് നിങ്ങൾക്ക് വരുമ്പോ തരാൻ വേണ്ടി ഇവിടുന്ന് കുറച്ച് ഇന്ത്യൻ ക്ലോത്ത്സ് ഒക്കെ എന്ത് ചെയ്തിരുന്നു, മേടിച്ച് വെച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നു എന്ന് പറയാണ്. ഓക്കെ. But destiny sometimes plays cruel jokes. പക്ഷെ എന്താണ്, ഡെസ്റ്റിനി എന്തെങ്കിലും ചില സമയത്ത് എന്താണ് ഭയങ്കര ക്രൂവൽ ആയിട്ടുള്ള കുറച്ച് തമാശകളൊക്കെ കാണിച്ചു കളയും. I feel extremely sorry that you lost such a fine brother and your mother such a marvelous. ബാക്കി പറയാം. അപ്പൊ എന്താണ് അദ്ദേഹം പറയാണ്, എനിക്ക് വളരെയധികം സോറി, ഞാൻ വളരെയധികം എന്താണ് സോറി പറയുന്നു. കാരണം എന്താണ്, നിനക്ക് അത്രയും നല്ലൊരു ബ്രദറിനെയാണ് നിനക്കും നിന്റെ അമ്മയ്ക്കും എന്താണ് നഷ്ടപ്പെട്ടത് പോയത്. മാത്രല്ല എന്താണ്, I prayed for his soul. പറയാണ്, ഞാൻ എന്താണ് അവന്റെ സോളിന് വേണ്ടി, ആത്മാവിന് വേണ്ടി ഞാൻ പ്രേ ചെയ്തിരുന്നു. May his soul rest in peace. നോർമലി പറയണ പോലെ അവന്റെ സോൾ എന്നാണ് ഇപ്പൊ റെസ്റ്റ് ഇൻ പീസിലായിരിക്കും നമുക്ക് വിചാരിക്കാം. Please greet your mother on my behalf. The cake she gave me was delicious. പറയാണെന്ന് അന്ന് വന്നപ്പോ തന്നിരുന്ന കേക്ക് എന്നാണ് ഡെലീഷ്യസ് ആണ് നമ്മനോട് പറയണം എന്ന് പറയാണ്. I keep remembering you and I speak about you to my friends. When I visit England next time, I will definitely come and see you people with lots of love. Okay. അപ്പൊ ലാസ്റ്റ് പറയാണ്, ഞാൻ ഇനി ഇംഗ്ലണ്ടിലോട്ട് വരുമ്പോ ഞാൻ എന്തായാലും നിന്നെ കാണാൻ വേണ്ടി, നിന്നെയും നിന്റെ പീപ്പിളിനെയും കാണാൻ വേണ്ടി വരുമെന്ന് പറയാണ്. വിത്ത് ലോട്ട്സ് ഓഫ് ലവ് യുവർ ലവിംഗ്ലി ഗുപ്ത നരേൻ എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. ഇതാണ് ഇത് മെയിൻ ആയിട്ട് ചോദിക്കാൻ പോകുന്ന വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. മെയിൻ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുന്നത് നരേഷൻ, പിന്നെ ഈ ലെറ്റർ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അതേപോലെ തന്നെ ക്യാരക്ടർ സ്കെച്ച് ഓഫ് മാഗി. അപ്പൊ നമ്മൾ ഈ 3 ടോപ്പിക്സും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സിനെ നിങ്ങൾ എന്ത് ചെയ്യുക, അടിയിൽ കമന്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.